ഞാനുണ്ടല്ലോ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വയ്ക്കും. അത് ആ രീതിയിൽ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുവേ. പക്ഷേ എൻ്റെ എല്ലാ പ്ലാനും തെറ്റിക്കുന്ന ഈ 2 പേരാണേ. മെയ് 1-ാം തീയതി മുതൽ ഒരു റീസെറ്റ് ഞാൻ ശരിക്കും പ്ലാൻ ചെയ്ത് വെച്ചതാണ്. പക്ഷേ നേരത്തെ എഴുന്നേൽക്കാനോ ബാക്കി കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ഇവർ സമ്മതിച്ചില്ലായിരുന്നേ. എനിക്ക് തോന്നുന്ന സമയത്താട്ടോ ഞാനിപ്പോൾ എഴുന്നേൽക്കുന്നത്. എഴുന്നേൽക്കുന്നത് വെച്ചാൽ ഒരു 7 മണി 7:30 7:45 അങ്ങനെ അങ്ങ് പോകും. എന്നെ വിളിച്ച് എണീപ്പിക്കുന്നതാണ് ഇവർ 2 പേരും. അതിൽ നിന്നൊക്കെ മാറി ഒരു 6:30 ആകുമ്പോൾ എഴുന്നേറ്റ് എൻ്റെ എല്ലാ കാര്യങ്ങളും മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിള്ളേരേൽക്കുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ കണ്ടെത്തി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. മുന്നേ ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഒരു റുട്ടീൻ ഞാൻ സെറ്റ് ചെയ്യും. അതിനനുസരിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഉറക്കം. എൻ്റെ ഉറക്കം ശരിയായില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞ അവസ്ഥയാണ്. രാവിലെ ആകുമ്പോഴത്തേക്കും ഇവർ 2 പേരും എന്നെ വിളിച്ചേൽപ്പിക്കുകയെ. ഇവർ നേരത്തെ ഏൽക്കും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. ഇവർ രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് ഏൽക്കുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എൻ്റെ ഉറക്കത്തിനെ അത് നന്നായിട്ട് ബാധിക്കുകയും ചെയ്യും. പക്ഷേ ഇവർ നേരത്തെ രാവിലെ എന്നെ വിളിച്ച് എണീപ്പിച്ച് ഞാൻ എഴുന്നേൽക്കുന്നോടം വരെ എൻ്റെ പുറകെ ഇങ്ങനെ നിന്ന് എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കും. അപ്പോൾ എഴുന്നേൽക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ചില ദിവസം ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ എഴുന്നേറ്റ് കണ്ണൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് 2 പേരെയും കാണത്തില്ല. അവർ 2 പേരും എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഇവർ 2 പേരെ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചേൽപ്പിച്ച് ഇവരെ എടുത്ത് ഇവരുടെ കാര്യമൊക്കെ ചെയ്ത് അങ്ങനെ അതെല്ലാം ഞാൻ നല്ല ഉറക്കപ്പിച്ചിലായിരിക്കും ചെയ്യുന്നത്. കാരണം ഇവർ നേരത്തെ കിടക്കും. ഒരു 8 മണിയാകുമ്പോഴത്തേക്കും കിടക്കും. ഞാൻ കിടക്കുമ്പോൾ കുറച്ച് ലേറ്റാവും. ഹസ്ബൻഡിനൊക്കെ വിളിച്ച് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒത്തിരി ലേറ്റാവും. ഒത്തിരി എന്നല്ല, ഒരു 10 11:30 ചിലപ്പോൾ എഡിറ്റൊക്കെ ചെയ്യാനുണ്ടെങ്കിലും വോയിസ് ഓവറൊക്കെ ഞാൻ ഈ പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞ് രാത്രിയിലാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കിടക്കുമ്പോഴത്തേക്ക് ഒരു 12 മണിയൊക്കെ ആവുമേ. അങ്ങനെ അതും കടന്നു കഴിഞ്ഞ് ഞാൻ കടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ ആയിട്ടേക്കും ലൂക്കയോ അല്ലെങ്കിൽ ഈസുവോ ആയിട്ട് മാറി ഏറ്റുകൊണ്ടിരിക്കും. അങ്ങനെ എനിക്കൊരു പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടാറില്ല. നമുക്കൊരു കണ്ടിന്യൂസ് നല്ലൊരു ഉറക്കം കിട്ടിയാലല്ലേ രാവിലെ ആകുമ്പോഴത്തേക്കും കുറച്ച് എനർജിയിൽ എങ്ങനെ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫീഡിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പറയണ്ട. ചില ദിവസങ്ങളിൽ 2 പേരും കൂടി ഏറ്റിട്ട് ഭയങ്കര വഴക്കായിരിക്കും. അപ്പോഴത്തേക്കും പിറ്റേന്നാകുമ്പോഴത്തേക്കും ഇവരുടെ ഉറക്കമൊക്കെ റെഡിയാവും. പക്ഷേ എനിക്ക് റെഡിയാവത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണവും എന്തൊക്കെയൊരു മാനസികമായൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. ഉറക്കം ശരിയായാലും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളും ഒന്നും ഇപ്പം തീരെ നടക്കാറില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എൻ്റെ ഒരു റീസെറ്റായിട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഡേ അല്ല, റീസെറ്റായിട്ട് എൻ്റെ ഒരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടക്കുന്നില്ലാത്തതിൻ്റെ ഒരു ഭയങ്കര വിഷമമുണ്ട് എനിക്ക്. ഇന്നും ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു. ഇന്നും നടന്നില്ല. കാരണം രാത്രി 2 പേരേറ്റ് കുറച്ച് പ്രശ്നമായിരുന്നു. അങ്ങനെ താമസിച്ചാണ് ഞാൻ ഇന്നും ഏറ്റത്. 7:45 ഞാൻ എഴുന്നേറ്റപ്പം. അത് കഴിഞ്ഞ് ഇനി പിന്നെ ഈസക്കുട്ടീനെ ബ്രഷ് ചെയ്യിപ്പിച്ച് ഞാനും ബ്രഷ് ചെയ്തു. ഇനി ഒരു ചായ ഒക്കെ കുടിക്കണം, എന്നാലേ ആ ഉഷാറ് തിരികെ കിട്ടുള്ളൂ. ഇസുവിന് ബ്രഷ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അവളുടെ ബ്രഷിനേക്കാളും ഇഷ്ടം ഒന്നെങ്കിൽ അവളുടെ ചേട്ടൻ്റെ ബ്രഷ് അല്ലെങ്കിൽ എൻ്റെ ബ്രഷ്, അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. അവൾക്ക് കൊടുക്കുന്ന അവൾക്ക് വലിയ താല്പര്യമില്ല. നമ്മുടേതാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. ലൂക്കാച്ചനാണെങ്കിൽ ബ്രഷ് ഭയങ്കര മടിയാണ്. അവനെ പിടിച്ച് തേപ്പിക്കാനാണെങ്കിൽ അവൻ നിൽക്കത്തൊന്നുമില്ല. അവൻ തന്നെ തേച്ചോളും എന്ന് പറഞ്ഞ് നടക്കും. അവന് പിന്നെ രാവിലെ ചായയൊക്കെ കുടിച്ച്, ചായ ആയിട്ടല്ല കേട്ടോ കൊടുക്കുന്നത്, അവന് പാലിൽ ഇങ്ങനെ ഒരു കൊക്കോ പൗഡറുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്താണ് ഞാൻ അവന് കൊടുക്കുന്നത്. അപ്പോൾ അവനത് ചായ എന്ന് പറഞ്ഞ് കുടിക്കുന്നത്. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അവൻ ബ്രഷ് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കിടക്കുക ബ്രഷ് ചെയ്യാൻ കൊടുത്തപ്പോഴേ. അപ്പോൾ ശരി, നീ ചായ കുടിച്ചിട്ട് ബ്രഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞില്ല. വാശി പിടിച്ച് രാവിലെ തന്നെ കരയൊക്കെ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഇസുവിൻ്റെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യും. ഡ്രസ്സും ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങളൊന്ന് മെല്ലെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞങ്ങൾ താമസിച്ചേക്കുന്നേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ആക്കും കേട്ടോ. അപ്പോൾ വർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും, പൊതുവെ 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കും. എന്നിട്ട് ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ കുറച്ച് വർക്കൊക്കെ ഉണ്ട്. അപ്പം നേരത്തെ പോവും. ഞങ്ങൾ വരുമ്പത്തേക്കും മിക്കവാറും പോവും. 7:30 ആകുമ്പോഴത്തേക്കും പോവേ. അപ്പം മമ്മി ആകുമ്പോഴത്തേക്കും ഒരു 6:30 ആകുമ്പോഴത്തേക്കും മമ്മി കേൾക്കും. അപ്പോൾ ഇവിടെ വലിയ അങ്ങനെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ താമസിച്ച് കേൾക്കുന്നത്. വലിയ പണിയൊന്നുമില്ലല്ലോ, വീട്ടിലെ കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഉറക്കം തീരുന്നോടം വരെ നമ്മളങ്ങ് കിടന്നങ്ങ് ഉറങ്ങും. അതുകൊണ്ട് ഇവിടെ ആയതുകൊണ്ടാണ് കേട്ടോ. ജോയുടെ വീട്ടിലാകുമ്പോൾ ഞാൻ കുറച്ചുകൂടി നേരത്തെ കേൾക്കുവേ.
കുറച്ചുകൂടെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 5 മണി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ ആയിക്കോളും. 7 മണിയൊക്കെ ആകുമ്പോഴേറ്റ് ഒന്ന് ഫ്രഷായി ഒരു 7:15 ആകുമ്പോഴാണ് റൂമിന് പുറത്തിറങ്ങുന്നത്. അവിടെയുള്ളവർ കുറച്ച് നേരത്തെ വെക്കുവേ. അവിടെ റബ്ബറൊക്കെ വെട്ടുന്നുണ്ട്, അപ്പം നേരത്തെ കേൾക്കും. പിന്നെ അവിടെ പശുവൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ അവിടെ കുറച്ച് നേരത്തെയൊക്കെ കേൾക്കാം. നമ്മൾ താമസിച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നാൽ മമ്മി ചായയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചൂടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം മമ്മി അവിടെ നിൽക്കുന്നുണ്ട്. ഇസുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മമ്മി വരാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം മമ്മിക്ക് മടി വരാൻ വേണ്ടിയിട്ട്. ഇങ്ങ് കൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങ് വന്ന് മേടിച്ചാലേ ഞാൻ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുക. എന്നിട്ട് ഞാൻ കൊടുത്തില്ല. എന്നിട്ട് മമ്മിക്ക് ഒന്ന് മേടിക്കാനും വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു വീഡിയോയിൽ കാണുന്നവരൊക്കെ വിചാരിക്കുമോ ഇവിടെ ആരും ഇല്ലല്ലോ കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മമ്മി വന്ന് മേടിച്ചുകൊണ്ട് പോയത് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ പുട്ടാണേ, പുട്ടും പഴവും കൂടെ. മിക്കപ്പോഴും ഇവിടെ പുട്ടായിരിക്കും. ഇവിടെ നല്ല അവിടെയാണേലും പുട്ടായിരിക്കും. നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്. അതുകൊണ്ട് ഇവിടെയാണേലും അവിടെയാണേലും മിക്കപ്പോഴും പുട്ട് തന്നെയായിരിക്കും. പുട്ടും പിന്നെ പഴം ഉണ്ടെങ്കിൽ പിന്നെ ആയല്ലോ, വേറെ വലിയ പണിയുമില്ല. ഇവിടെ ഇങ്ങനത്തെ ചിരട്ടപ്പുട്ടാണേ. എനിക്ക് ഇങ്ങനത്തെ പുട്ട് ഇഷ്ടം. നീളത്തിലുള്ള പുട്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല. സെയിം തന്നെയാണ് സംഗതി, പക്ഷേ ഇതിന് പ്രത്യേക ഒരു ഭംഗിയിൽ ക്യൂട്ടായിട്ടില്ലേ നീളത്തിനെക്കാട്ടിലും. അപ്പോൾ ഇത് കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പുട്ടുപൊടിയാണ്, അപ്പം കുറച്ചൊരു സോഫ്റ്റ് ആണല്ലോ. അങ്ങനെ ചായയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പപ്പ പോവുകയാണെ. അപ്പോൾ പിള്ളേർ പോയിട്ട് ടാറ്റ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓടിപ്പോയതാണ്. അത് സ്ഥിരം പരിപാടിയാണ്. പിള്ളേരുടെ ടാറ്റയൊക്കെ കിട്ടിയാലേ ഒരു സുഖമുള്ളെന്ന് പറയുന്നത്. അപ്പോൾ ടാറ്റയൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ. ഇന്ന് രാവിലെ തന്നെ ഒരു മൂടിയ കാലാവസ്ഥയാണ്. മഴയ്ക്കുള്ള ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ ആണെങ്കിലുണ്ടല്ലോ അങ്ങനെ മഴ പെയ്യാത്തൊരു ഏരിയ ആണ്. നല്ല മഴയും മഴക്കാറൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. നമ്മൾ വിചാരിക്കും വലിയ മഴ വരുന്നുണ്ടെന്ന്, പക്ഷേ ആ മഴയെല്ലാം ഇങ്ങനെ കാറ്റും ഉണ്ടാവും. ഇവിടെ അങ്ങനെ മഴ പെയ്യലില്ല ഈ പ്രദേശത്ത്, പക്ഷെ നല്ല കാറ്റാണ്. കാറ്റ് കാരണം മേഘത്തിനൊക്കെ കാറ്റും. അതുകൊണ്ട് ഇവിടെ മഴ ഭയങ്കര കുറവാണ്. അങ്ങനെ ലൂക്കുവിനും ചായ കൊടുത്തു, ഞാനും ചായ കുടിക്കുക. ഞങ്ങൾ മെയിനായിട്ടും ചായയുടെ കൂടെ റസ്കോ അല്ലെങ്കിൽ ബണ്ണോ കഴിക്കും കേട്ടോ. രാവിലെ അതാണ് എഴുന്നേറ്റ് പാടെ ചായയുടെ കൂടെ റസ്കോ ബണ്ണോ ഏതെങ്കിലും കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 8:30-9 മണിയാകുമ്പോഴാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നതുകൊണ്ട് 9:30 എന്നൊന്നുമില്ല, 10-10:30 ആവും. വിശക്കില്ലല്ലോ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കുവേ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ രാവിലത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ. ലേറ്റായിട്ടാണ്, മിക്കപ്പോഴും ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ലേറ്റായിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. ഇതെന്നാന്നോ, അവന് റസ്ക് വേണം. അപ്പോൾ ആദ്യം എടുത്തു കൊടുത്ത റസ്കിൻ്റെ ഡിസൈൻ ശരിയില്ല. രണ്ടാമത് എടുത്തു കൊടുത്തതിന് ആ ഡിസൈൻ കാണാൻ ഭംഗിയില്ല. മൂന്നാമത്തെ കൊടുത്തപ്പോൾ അതൊക്കെ, പക്ഷെ രണ്ടാമത്തെ മൂന്നാമത്തെ സെയിം ആയി. പിള്ളേർക്കൊക്കെ എന്നാണെന്നറിയത്തില്ല. എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണോ എന്തോ. ചിലപ്പോൾ ചിരി വരും, ചിലപ്പോൾ ദേഷ്യം വരും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും,
പ്രത്യേകിച്ച് അങ്ങനെ മാറ്റങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആയിരിക്കില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യമായിരിക്കും, അതൊക്കെ ആയിരിക്കും വാശി. ഇപ്പോൾ ഇസുകുട്ടിയാണ് ഇപ്പം ലൂക്കിനെക്കാട്ടിലും വാശി ഇസുകുട്ടിക്കാണ്. ഞങ്ങളെപ്പോഴും പറയും എന്തു ചെയ്യും, മമ്മിയൊക്കെ എന്തു ചെയ്യും, ഇവളിങ്ങനെ വാശി തുടങ്ങി ഇപ്പം എന്ത് ചെയ്യും എന്നൊക്കെ പറയും. ചെറിയ വാശിയൊക്കെയാണ്. ഇനിയിപ്പോൾ വലുതാകുമ്പോൾ ആ വാശി കൂടെ വളരുമോയെന്ന് അറിയത്തില്ല. അപ്പം ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടാതെയോ എന്തെങ്കിലും സാധനം അവളുടെ കൈ കിട്ടാതെയോ നമ്മളങ്ങോട്ട് മാറ്റി വെക്കുക അങ്ങനെ ചെയ്താൽ അയ്യോ എന്തൊരു കരച്ചിലായിരിക്കും എന്നറിയാമോ. കരച്ചിൽ കേൾക്കുമ്പോൾ വിചാരിക്കും ഞാൻ എന്തോ എൻ്റെ കൊച്ചിനെ എന്തോ കാര്യമായിട്ട് ചെയ്തു, അതുമാതിരിയാണ് കരച്ചിൽ. അത് നമുക്ക് കേൾക്കുമ്പോൾ പേടിയാവും കേട്ടോ. ഞങ്ങളൊക്കെ അടിച്ച് ഭയങ്കര കരച്ചിലാണ്. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലൂക്ക് ബ്രഷ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ എന്നോട് പറഞ്ഞ് നിൽക്കരുത്, മമ്മ നിൽക്കണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഇടയ്ക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കും ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ചെയ്തോളും, പക്ഷേ നമ്മൾ ചെയ്യിപ്പിക്കുന്ന അത്ര നീറ്റ് ആവത്തില്ലല്ലോ. അവനാണെങ്കിൽ തൊടാനേ സമ്മതിക്കത്തില്ല. ഫ്രണ്ടിലെ പല്ലൊക്കെ കേടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒട്ടും സമ്മതിക്കില്ല തേക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മാറ്റാണല്ലോ കുട്ടി. എന്നെ പശീനെ നോക്കുക. ഉണ്ടോ പശി? കണ്ടോ കണ്ടോ? നല്ലോണം തേച്ചോ നോക്കട്ടെ മമ്മ. മോൻ കഴിക്കുക? അയ്യോ മോൻ കഴിട്ടോ. പിക്കപ്പ് വന്നതാ, പിക്കപ്പ്. അപ്പോൾ മോൻ കഴിട്ടോ, നമുക്ക് പിക്കപ്പിന് നോക്കാൻ പോവാം. ഒന്ന് കുറേ പക്ഷി ഉണ്ടല്ലോ ഷു. ഓക്കെ, എന്തോരം പക്ഷിയാ, എന്തോരം പക്ഷിയാ നോക്കിക്കേ ലൂക്കു. കുറേ പക്ഷി അവിടെ കണ്ടോ? ഞങ്ങളുടെ വീടിനടുത്ത് ഈ ഒരു പറമ്പിൻ്റെ അപ്പുറത്തായിട്ട് പുതിയൊരു വീട് പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പിക്കപ്പ് വന്ന കാര്യം ഞാൻ പറഞ്ഞത്. കാണാവുന്ന ദൂരമുള്ള, അപ്പം അവിടെ അത്യാവശ്യം വീട് പണിയെല്ലാം കഴിയാനായിട്ടെന്ന് പറഞ്ഞാൽ വീട് വാർപ്പെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നിട്ട് അവിടെ എല്ലാം ഇങ്ങനെ നോക്കാം. അപ്പം പണിയെടുക്കാൻ ചേട്ടന്മാർ വന്നതും ഇന്ന് ഒത്തിരി പക്ഷി വന്നിട്ടുണ്ട്. ചില സമയത്തുണ്ടല്ലോ ഇവിടെ ഒരുപാട് പക്ഷികളിങ്ങനെ വരുവേ. നമ്മളിവിടെ കരിയിലപ്പെട എന്നതിനെ പറയുന്ന ഒരു മണ്ണിൻ്റെ പോലത്തെ കളറുള്ള അതിങ്ങനെ കൂട്ടമായിട്ട് വരുമല്ലോ. ചില ദിവസങ്ങളിൽ അതിങ്ങനെ കൂടുതലായിട്ട് വരും. അല്ലെങ്കിൽ നമ്മുടെ മയിലുണ്ടല്ലോ അതായിരിക്കും കേട്ടോ വരുന്നത്. അത് ഒരുപാട് കൂട്ടത്തോടെ വരും. നല്ല പീലിയുള്ള മയിലൊക്കെ ഉണ്ട്. പക്ഷെ ഒരു തവണ മാത്രമേ ഞങ്ങൾക്ക് മയിൽപ്പീലി കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പീലിയൊന്നും കണ്ടിട്ടില്ല. ഇപ്പം ഞാനൊരു മാജിക് കാണിച്ചാൽ അതങ്ങ് ഫ്ലോപ്പായിപ്പോയി. അടുത്ത പ്രാവശ്യം ശരിയാക്കാം കേട്ടോ. അപ്പം മുറിയെല്ലാം അങ്ങ് ക്ലീൻ ചെയ്തിട്ടും കുട്ടീനെ അവിടെ വെച്ചു. ഇനിയിപ്പോൾ ചെറിയൊരു സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാര്യമായിട്ടൊന്നുമില്ല. സൺസ്ക്രീൻ ഇടണം, ഒരു ലിപ് ബാം ഇടണം, പിന്നെ ഇത്തിരി ലിപ്സ്റ്റിക്കും ഒരു സിന്ദൂരം. ഇപ്പം എന്താറില്ല കുറച്ചായിട്ട് ഇനി സിന്ദൂരം ഇടാൻ തോന്നുന്നു. സിന്ദൂരം ഇട്ട് കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഫീൽ ചെയ്യുന്നു. പുറത്ത് പോകുമ്പോഴും ഞാൻ അങ്ങനെ ഇടലില്ല കേട്ടോ. ഞാൻ അങ്ങനെ സിന്ദൂരം അങ്ങനെ ഇടലൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ തോന്നും ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. ഇങ്ങനെ റീൽസിലൊക്കെ ചിലവരിങ്ങനെ ഇട്ട് കാണുമ്പോഴത്തേക്കും അന്ന് ഇട്ടാൽ അങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ലിപ്സ്റ്റിക് എടുത്ത് ഇട്ട് നോക്കും. എൻ്റെ അടുത്ത് മുന്നേ ഒരു സിന്ദൂരം ഉണ്ടായിരുന്നു. അത് പിള്ളേരെ അങ്ങനെയാണ്ട് അത് ഒടിച്ച് കളഞ്ഞു, ആ സ്റ്റിക്ക് പോലത്തെ. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ആഗ്രഹം തോന്നുമ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാനിങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാനിതിങ്ങനെ സ്ഥിരമായിട്ട് തൊടുന്നു. ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയാണ്. എന്താ അറിയില്ല, സിന്ദൂരം ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നാറുണ്ട്. നിങ്ങൾക്ക് തോന്നാറുണ്ടോ? നിങ്ങളങ്ങനെ ട്രൈ ചെയ്യാറുണ്ടോ? ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ശ്രദ്ധിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അവൾ എൻ്റെ കാര്യങ്ങളൊക്കെ മേക്കപ്പ് സാധനമൊക്കെ എടുക്കും. എന്തായതെന്നറിയില്ല, അങ്ങനെ എടുക്കും.
ലൂക്കിനെല്ലാം അറിയാം എന്തിനാ ഏതിനാന്നൊക്കെ, കണ്ണെഴുതുന്ന ലിപ്സ്റ്റിക് എല്ലാം അറിയാവേ. അപ്പോൾ അവൻ ഇടയ്ക്ക് തേച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചു വരും. ഇപ്പം ഞാൻ ലിപ് ബാം ഇടുന്ന കണ്ടിട്ട് ഇസുവിന് അത് വേണം. അതിന് വേണ്ടിയിട്ട് അവളിങ്ങനെ കൈ നീട്ടിക്കൊണ്ട് വരുന്നത് കേട്ടോ. ഇപ്പം എൻ്റെ അടുത്തേക്ക് വരും അത് മേടിക്കാൻ വേണ്ടിയിട്ട്. അവൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ഒടിച്ച് പറിച്ച് കളയും. അപ്പോൾ ഞാൻ അവളുടെ ഒരു ആശ്വാസത്തിന് ആദ്യം ഞാൻ ഇട്ട സൺസ്ക്രീനിൻ്റെ ആ ട്യൂബ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും പിടിച്ചിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു, ഒരുക്കം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം സുക്കുട്ടീനെ എവിടെയെങ്കിലും ഒന്ന് നിർത്തണം. എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ എല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. എൻ്റെ മെയിൻ ഡ്യൂട്ടി കേട്ടോ, പെരെല്ലാം അടിച്ച് വൃത്തിയാക്കൽ, എല്ലാം ഒന്ന് നീറ്റാക്കി വെക്കണം. രാവിലെ തലേന്ന് അങ്ങനെ വൃത്തിയാക്കി വെക്കാമെന്ന് എനിക്ക് ഇടയ്ക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്നലെ എനിക്ക് അത്ര സമയം കിട്ടിയില്ല, അപ്പം ഞാൻ അത്ര നീറ്റാക്കി വെച്ചില്ല കിടക്കാൻ നേരത്ത്. അപ്പോൾ ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലാം അടിച്ച് വൃത്തിയാക്കി നീറ്റാക്കി വെക്കണം. അപ്പോൾ ഇസുവിനെ എവിടെയെങ്കിലും ഒന്ന് നിർത്തിയാലേ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇസുവിന് സോഫയിൽ കളിക്കാൻ എന്തോ സാധനം കൊടുത്തിട്ട് അവിടെ ഇരുത്തിയേക്കാം. അപ്പോൾ ലൂക്കായുടെ ഒന്ന് കമ്പനി കൊടുക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലാം കൂടെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ബാത്റൂമിൻ്റെ ഒക്കെ പണി നടക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ 2 ദിവസമായിട്ട് അതില്ല, അത് നിർത്തി വെച്ചേക്കാണ്. സിമെൻറ്റൊക്കെ കിട്ടാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് അവരില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്, ഇവിടുന്ന് ഫുഡൊക്കെ കൊടുക്കുന്നത്. അപ്പം അതിനൊക്കെ ആയിട്ട് രാവിലെ തൊട്ടേ ഞങ്ങൾ ഇച്ചിരി തിരക്കായിരിക്കും, ഞാനും മമ്മിയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസത്തിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ നല്ല തിരക്കായിരിക്കും, അതുകൊണ്ടാണ് ഞാനിതുവരെ അത് എടുക്കാതിരുന്നത്. ഈ തിരക്കുള്ള സമയത്ത് വീഡിയോ കൂടെ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ടൈം പോകുമല്ലോ. അവർക്ക് സമയത്തിന് ഫുഡൊക്കെ കൊടുക്കണ്ടേ. അപ്പം അല്ലെങ്കിൽ കുറേ നേരത്തെ എഴുന്നേൽക്കണം, എന്നാലേ കാര്യം നടക്കുള്ളൂ. അല്ലെങ്കിൽ തലേന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഏതെങ്കിലും ഒരു ദിവസം എടുക്കണമെന്നുണ്ട്. അതിപ്പോൾ ഞാനവിടെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൂക്കായ്ക്ക് കാർട്ടൂൺ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു TV-യിൽ. അപ്പോൾ ഞാനത് വെച്ച് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇസ് എന്നെ കണ്ടു. അപ്പം അവളെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലായിരുന്നു അതൊക്കെ. അപ്പോൾ ഏതായാലും വന്നല്ലേ, അപ്പോൾ പിന്നെ എടുത്തേക്കാം പാവല്ലേ വിചാരിച്ച്. കുറേ ഇങ്ങനെ കരയിക്കുന്ന എനിക്കെന്തോ പോലെയാണ്. വെറുതെ കരയുന്ന അങ്ങനെ കാണുമ്പോൾ എടുക്കാനൊക്കെ ആയിട്ട് ഇച്ചിരി കള്ളക്കരച്ചിലും ഉണ്ടാക്കി ഇപ്പോൾ. അപ്പോൾ ഏതായാലും പിന്നെ അവളെ ഒന്ന് കുറച്ചെടുത്ത് ആശ്വസിപ്പിച്ച് പിന്നെ മമ്മിയുടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. മമ്മി ഇപ്പം കുറച്ച് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അപ്പം കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്താ. പിന്നെ കൊടുത്തിട്ട് അവിടെ എല്ലാം അടിച്ച് ഇടുകയാണെങ്കിൽ കുറച്ച് വേഗം കഴിയുമല്ലോ. പിന്നെ അവൾ എടുക്കാമല്ലോ വിചാരിച്ച്. അപ്പം എൻ്റെ വേഗം പണികളൊക്കെ ഞാൻ അത്യാവശ്യം സ്പീഡിൽ തീർക്കാൻ വേണ്ടിയിട്ട് തീർക്കട്ടെ. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്ര വൃത്തിയാക്കിയിട്ടാലും ചെറിയ പിള്ളേരുണ്ടെങ്കിൽ അത് പിന്നെയും വൃത്തികേടാവും. ഒരു ദിവസം നമ്മളൊരു 5-6 തവണയെങ്കിലും അടിച്ചു വാരേണ്ടി വരും. ഫസ്റ്റ് അടിക്കുന്ന അത്ര തന്നെ പൊടി ഉണ്ടാവും. ഇപ്പോൾ ഒരു 5-ാമത്തെ വട്ടം അടിച്ചു കഴിഞ്ഞാലും അതങ്ങനെയാണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അത്. എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാക്കിയിടില്ല, ഒരു സാധനങ്ങൾ ഇതിലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ അതങ്ങ് ശീലമായി. കാരണം കുഞ്ഞുങ്ങളല്ലേ, അവർ കളിക്കുന്നു, അവിടെ ഇടുന്നു, ഇതാക്കി വെക്കുന്നു. ഇപ്പോഴല്ലേ അതൊക്കെ ഉള്ളൂ. അപ്പോൾ അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വലിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ ഓരോ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പം അത് എനിക്കൊരു സ്ട്രെസ്സ് പോലെയായിരുന്നു. പിന്നെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് റിയലൈസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും അത്ര സ്ട്രെസ്സ് ഞാൻ കൊടുക്കാറില്ല. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല, പിള്ളേരല്ലേ, അവർ കളിക്കുന്നൊക്കെ അതിലിടും. എന്തെങ്കിലുമൊക്കെ മുറ്റത്ത് പോയിട്ട് പൊടിയെല്ലാം വാരി കല്ലൊക്കെ വാരി എല്ലാത്തും കൊണ്ട് ഇടുന്നൊരു പണിയുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇടുബുക്ക് അത് പോയിട്ട് വാരി കൊണ്ടുവന്ന് മിറ്റലൊക്കെ വാരി പെരക്കകത്തോട്ടൊക്കെ ഇടും. ഇസുവാണെങ്കിൽ അത് കാണുമ്പോഴത്തേക്ക് ഓടിപ്പോയി എടുത്ത് വായിലിടും. ഇത് ഒരിടയ്ക്ക് ഇത് തന്നെയായിരുന്നു കേട്ടോ പ്രശ്നം. ഞാൻ വേഗം വന്ന് അടിച്ചൊക്കെ ഇടും. എങ്ങനെയാണേലും 1-2 കല്ലൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കുടുങ്ങി കിടക്കും, സോഫയുടെ അടിയിലോ കസേരയുടെ അടിയിലൊക്കെ ആയിട്ട്. അത് നമ്മൾ കാണില്ല, നമ്മൾ കണ്ടില്ലെങ്കിലും കുഞ്ഞുങ്ങളത് കണ്ടുപിടിക്കും. ഇസു അത് ഞാൻ കണ്ടുപിടിച്ച് അടുത്ത് വായിലിടും. ഇതായിരുന്നു ഒരിടയ്ക്ക്. പിന്നെ അവനെ പറഞ്ഞ് പിന്നെ അത് നിർത്തി. ഇപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പം തിണ്ണയിൽ
അതായത് നമ്മുടെ സിറ്റ് ഔട്ടിൽ അങ്ങനെ ചെടിയൊക്കെ വെച്ചെടുത്ത് അവിടെ കല്ലൊക്കെ ഉണ്ടല്ലോ. ഇപ്പം അവിടുത്തെ കല്ല് പെറുക്കലും മണ്ണ് മാന്തലൊക്കെയാണ്. അത് രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ വായി വെക്കുന്ന സ്വഭാവം വല്ലാണ്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ പറ്റിയ പേടിയില്ല. അല്ലെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. ഇതെടുത്ത് വായിലൊക്കെ ഇട്ട് നമ്മളറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ അടിച്ചിടും. എന്തെങ്കിലുമൊക്കെ സാധനമായിട്ട് അവിടെ ഇവിടെ ആക്കിയിട്ട് കുഞ്ഞു സാധനമൊക്കെ ഉണ്ടാവുമല്ലോ, അതെടുത്ത് വായിലിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇത്തിരി പൊടിയാകുമ്പോഴത്തേക്കും ഞാൻ പിന്നെ അടിച്ചിടും. അപ്പോൾ ഈ അടിച്ചിടലാണ് എൻ്റെ മെയിൻ ജോലി, അവിടെയാണേലും ഇവിടെയാണേലും. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. എന്നെ വെയിറ്റ് ചെയ്ത് സുക്കുട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് പിന്നെ ഇനി ഫുഡ് കഴിക്കാനായി. സമയമായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്കും കൊടുത്തില്ല, ഞാനും കഴിച്ചില്ല. അപ്പം ഞങ്ങൾ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ താമസിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പം അവർക്കും ആ ഒരു ലേറ്റായിട്ട് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മിസ്സും അങ്ങനെ വല്ലാണ്ട് കഴിക്കില്ല. പിന്നെ നിർബന്ധിച്ച് പിന്നെ സ്പെഷ്യലായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് അവളെ കഴിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴമാണല്ലോ. അപ്പോൾ ലൂക്കായ്ക്ക് പുട്ടും പഴം ഇഷ്ടമാണ്, അതുകൊണ്ട് അവൻ കഴിച്ചോളൂ. അപ്പം ഞാൻ സുവിനെ കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചിട്ട് ഞാൻ അവളെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ലൂക്കനെ ഒന്ന് വിളിച്ച് ലൂക്കായ്ക്ക് ടി വി കണ്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം ഞാനത് സമ്മതിക്കുന്നില്ല, ഇവിടെ തന്നെ വന്ന് കഴിക്കണം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. വരുമോയെന്ന് അറിയത്തില്ല. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ്, ഒന്നല്ല 2-3 വീഡിയോ ഇങ്ങനെ കണ്ടു. ഡോക്ടേഴ്സ് ഇങ്ങനെ റേറ്റ് കൊടുക്കും, നമ്മുടെ റേറ്റിംഗ് കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കോംബോയ്ക്ക്. അപ്പോൾ നമ്മുടെ പുട്ടും പഴത്തിനും തീരെ റേറ്റിംഗ് അവർ കൊടുക്കുന്നില്ല, 3 അങ്ങനെ എന്തോ കൊടുക്കുന്നത്. ചിലർ 0 ഒക്കെ കൊടുക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അത്? അപ്പം ഞാൻ അതെന്താണെന്നറിയില്ല. പഴം നല്ലതാണല്ലോ, പിന്നെ പുട്ടാണെങ്കിൽ അരിയുടെ ഒക്കെ അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവരെന്തോ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിഷ്ടമാണ് പുട്ടും പഴവും. പിന്നെ സ്ഥിരമായിട്ടാകുമ്പോഴത്തേക്കും ഒരു മടുപ്പാവും. ഇവിടെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പുട്ടും പഴം ആയതുകൊണ്ട് ചെറിയൊരു മടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഏത്തപ്പഴം അത്ര ഇഷ്ടമല്ല, തന്നെ കഴിക്കാൻ ഇഷ്ടമാണ്. ഈ ഇങ്ങനെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വലിയ ഇഷ്ടമല്ല, അതൊരു ചേരാത്ത പോലെ. പുട്ടിൻ്റെ കൂടെ ശരിക്കും നല്ല ചെറുപഴം, നല്ല മധുരമുള്ള ചെറുപഴം കഴിക്കുന്നത് ഇഷ്ടം, പൂവമ്പഴം. അത് നല്ലൊരു കോംബോയാണ്. ലൂക്കയാണ് വന്നിട്ട് പിണങ്ങിയിരിക്കുക. ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലൂക്ക കഴിക്കുന്നത് കാണുമ്പോഴത്തേക്ക് യേസുവും കഴിച്ചോളും. അതിന് വേണ്ടിയിട്ട് അവനോട് ഇവിടെ വന്നിരിക്കാൻ പറയുന്നത്. അവനാണെങ്കിൽ കാർട്ടൂൺ കണ്ടുകൊണ്ട് കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇവിടുന്ന് കഴിക്കാൻ, നല്ല വാവയും കൂടെ കഴിക്കുള്ളൂ. ചില സമയത്തൊക്കെ ഇരിക്കും കേട്ടോ വാവേനെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവൻ ചിലപ്പോൾ വായിലൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ ഇന്നെന്തോ അവൻ അവിടെ തന്നെ പോയിരുന്ന് കഴിക്കണം. പക്ഷെ ഇവിടെ ഇരുന്നാലും കാണാം, ടി വി കാണാം. ഡൈനിങ് ടേബിളിൽ ഇരുന്നാലും ടി വി കാണാൻ പറ്റും. പക്ഷേ സോഫയിൽ പോയിരുന്നാലേ അവനൊരു തൃപ്തിയാകത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ കുറേ നിർബന്ധിച്ചു, അവൻ കേൾക്കുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഹാപ്പി. അപ്പോൾ പിന്നെ അവൻ അവിടെ പോയി ഇരുന്ന് കഴിച്ചോട്ടെ, രാവിലെ ഇങ്ങനെ വെറുതെ കരയൊക്കെയുണ്ടല്ലോ. അപ്പോൾ ലൂക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി ഞങ്ങൾ കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഐസൂപ്പ് കഴിക്കൊന്നുമില്ല, കണ്ടല്ലേ, വെറുതെ വായി വലിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പം മടിയാകുമ്പോൾ അവിടെ മൊത്തം നിരത്തിയിടും. അപ്പോൾ അതിന് മുന്നേ ഞാൻ വേഗം കഴിച്ചിട്ട് അവളെ സെപ്പറേറ്റ് എടുത്തുകൊണ്ട് പോയി കഴിക്കണം. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുത്തുമ്പോൾ കഴിക്കുവേ, ചില സമയത്ത് കഴിക്കില്ല, വിശപ്പുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ രാവിലെ. മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും രാവിലത്തെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യണം, ഒരു റീസെറ്റ് അത്യാവശ്യമാണ്. കുറച്ച് നാളായി വിചാരിക്കുന്നു. ഈ അടുത്തായിട്ട് എന്തെങ്കിലും തുടങ്ങണം, ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കണം. കുറച്ചധികം വയറൊക്കെ ചാടിയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ നോക്കട്ടെ, സമയം പോലെ നടക്കട്ടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ശരി, ഇനിയിപ്പോൾ ഏതായാലും അടുത്ത വ്ളോഗിൽ കാണാവേ. ബൈ.
താങ്ക്